നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട് മാനന്തവാടിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ കുടുംബം കേരളത്തിന്റെ മനസ്സിൽ ഒരു വിങ്ങലായി നിൽക്കുകയാണ്. ഒരു കുടുംബത്തെ മുഴുവൻ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയ സംഭവം ആർക്കും പെട്ടെന്ന് മറക്കാനാകില്ല. ഇപ്പോൾ ഇതാ അജീഷിന്റെ മകൾ നെഞ്ചുപൊട്ടി പറഞ്ഞ ചില വാക്കുകൾ വളരെ ശ്രദ്ധേയമാവുകയാണ്. അത് കേട്ട് കേരളം ഒന്നടങ്കം നീറുകയാണ്. അധികാരികൾ ശ്രദ്ധിച്ചു കേൾക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഉള്ളുനൊന്ത് ആ മകൾ പറയുന്നത്. അജീഷിന്റെ മകൾ നെഞ്ചുപൊട്ടി പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: തൻ്റെ അച്ഛന് വന്ന ഗതി ആർക്കും വരരുത്. എൻ്റെ ഡാഡിക്ക് സംഭവിച്ചത് ഇനി വയനാട്ടിൽ ഒരാൾക്കും സംഭവിക്കരുത്. ഞാൻ കരഞ്ഞതുപോലെ വേറൊരു കൊച്ചും ഇനി കരയാൻ പാടില്ല. വയനാട്ടിൽ ധാരാളം ആളുകൾ കടുവയുടെയും ആനയുടെയും ആക്രമണത്തിൽ മരിക്കുന്നുണ്ട്. ഇതുവരെ അതിനൊരു പോംവഴി വയനാട്ടിൽ വന്നിട്ടില്ല. ഡാഡി ഓടിയിട്ട് അവിടെ എത്താൻ പറ്റാത്തത് കൊണ്ടല്ലേ? എന്തുകൊണ്ടാണ് കാട്ടാന ഇങ്ങോട്ട് വരുന്നത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആ കുഞ്ഞുമകൾ ഉന്നയിക്കുമ്പോൾ കണ്ടു നിന്നവരുടെയും കണ്ണുകൾ നിറയുകയായിരുന്നു. അത്രയും ഉള്ളുനീറിയാണ് ആ പെൺകുട്ടി സംസാരിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അജീഷിന്റെ വീട് സന്ദർശിച്ചു. അപ്പോഴായിരുന്നു ഈ പെൺകുട്ടി ഇത്തരത്തിൽ വൈകാരികമായി പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസം ബേലൂർ മഗ്ന എന്ന കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട്ടിൽ സന്ദർശനം നടത്താൻ എത്തിയതായിരുന്നു പ്രതിപക്ഷ നേതാവ്. അതേസമയം വയനാട്ടിൽ വന്യജീവി ആക്രമണം തുടർച്ചയായി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അത് തടയാനുള്ള നടപടികളുമായി സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നതതല യോഗം ചേർന്നു. ജനങ്ങൾക്ക് സംരക്ഷണം നൽകാനുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അന്തർ സംസ്ഥാന വന്യജീവി പ്രശ്നങ്ങൾ ഏകോപിപ്പിക്കാൻ കേരള, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി തലത്തിൽ ഒരു സമിതി രൂപീകരിക്കും. നിലവിലുള്ള അന്തർ സംസ്ഥാന ഔദ്യോഗിക തല യോഗം ഉടൻ ചേരും. വന്യജീവികളെ നേരിടുന്നതുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ നിയമവകുപ്പും അഡ്വക്കേറ്റ് ജനറലും പരിശോധിക്കും. വയനാട്ടിൽ റവന്യൂ, പോലീസ്, ഫോറസ്റ്റ് വകുപ്പുകൾ ചേർന്ന് കമാൻഡ് കൺട്രോൾ സെന്റർ കൊണ്ടുവരും. 2 പുതിയ RRTകൾ ഉടൻ പ്രവർത്തനം തുടങ്ങും. മുന്നറിയിപ്പ് സംവിധാനം ശക്തിപ്പെടുത്തും. ആനയുടെ മറ്റ് വന്യമൃഗങ്ങളുടെ വിവരങ്ങൾ അറിയിക്കാൻ പബ്ലിക് അഡ്രസ് സിസ്റ്റം കൊണ്ടുവരും. ഇതിന് പോലീസ്, വനവകുപ്പ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തും. നിരീക്ഷണത്തിന് ആവശ്യമായ കൂടുതൽ ഉപകരണങ്ങൾ ഉടൻ സജ്ജമാക്കും. വന്യജീവി ആക്രമണത്തിൽ അവശേഷിക്കുന്ന നഷ്ടപരിഹാരം കൊടുത്തു തീർക്കും. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നൽകാനുള്ള കുടിശ്ശിക ഉടൻ നൽകാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. അതിർത്തിയിൽ തുടർച്ചയായി നിരീക്ഷണം നടത്താൻ പ്രത്യേക ടീമിനെ നിയോഗിക്കും. 15-ന് രാവിലെ വയനാട്ടിലെ ജനപ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ചർച്ച നടത്തും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.